കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിന്ന് നിർത്തിയിട്ട കാറിൽ 40 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞിരുന്നു. അത് നാടകമാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തുണ്ട്. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം നമുക്ക്. ദീപക്, ആലപ്പുഴയിലേക്ക് ദീപകിന് സ്വാഗതം. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? താങ്ക് യു എസ്കേൻ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. എസ്കേൻ, ഈ കവർച്ചയുടെ പുതിയ മുഖം അതാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ വെച്ച് 40 ലക്ഷം പണം പട്ടാപ്പകൽ കവരുന്നു ഒരു കാറിൻ്റെ മുന്നിലത്തെ ഗ്ലാസ് തകർത്തുകൊണ്ടായിരുന്നു കവർച്ച നടത്തിയത്. പക്ഷേ എന്നാൽ സിറ്റി പോലീസ് വളരെ ശ്രമകരമായ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ ഈ കവർച്ച തന്നെ നാടകമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ACP ഉമേഷ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് CI ജിജീഷ്, സിറ്റി ക്രൈം സ്ക്വാഡ് ഇവർ പണിപ്പെട്ടുകൊണ്ട് ഇന്ന് പുലർച്ചയോടുകൂടി 2 പ്രതികളെ പിടികൂടിയിരിക്കുകയാണ്. അതിൽ ഒന്നാം പ്രതി ഈ കവർച്ച പരാതി നൽകിയ പൂവാട്ടുപറമ്പ് സ്വദേശി റയീസാണ്. ഇയാളുടെ മറ്റൊരു കൂട്ടാളിയുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇത് വലിയ രീതിയിലുള്ള ഒരു കുഴൽപ്പണ ശൃംഖലയാണ്. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഒരു വലിയ കുഴൽപ്പണ സംഘമാണ്. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസിയൊക്കെ അന്വേഷിക്കേണ്ട രീതിയിലുള്ള മണി ലോണ്ടറിംഗ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു വ്യാജ പരാതി നൽകിയതാണ്, ഒരു സീൻ സെറ്റ് ചെയ്യലാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഈ പോലീസ് ഇതിൻ്റെ പിന്നാലെ കൂടുമെന്നാണ് മനസ്സിലാക്കുന്നത് എസ്കേൻ. കാരണം ഒരു പട്ടാപ്പകൽ കേരളത്തിൽ ഒരു കവർച്ച നടക്കുന്നു. ആ കവർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായി പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞെട്ടുന്നു. കാരണം ഗ്ലാസ് തകർത്തുകൊണ്ടാണ് നടക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറാണ്. പക്ഷേ ഇപ്പോൾ CCTVയിൽ ഉൾപ്പെടെ വ്യക്തമാണ് ഈ കവർച്ച നടത്തിയതിന് ശേഷം ഈ പരാതിക്കാരനും പ്രതികളും തമ്മിലുള്ള സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഈ വൻ കവർച്ച ഒരു നാടകമായിരുന്നുവെന്നും അതൊരു വലിയ കുഴൽപ്പണ ഇടപാടായിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുന്നത് എസ്കേൻ.